എന്താണ് ഇതൊരു സ്കൂളല്ലേ? ചന്ത മാതിരി നിങ്ങൾ മന്മത ഇതൊന്നും ശരിയല്ല കേട്ടോ. ഇത് ശരിയല്ല. എന്ത് ശരിയല്ലാന്ന്? എന്താ ശരിയല്ല നിങ്ങൾ പറയണത്? എന്താ നിങ്ങൾ കാണിക്കണത്? സാറേ ഒന്നുമില്ല. ഇവിടുന്ന് 2 കുട്ടികളെ പിരിച്ചു വിട്ടിട്ടില്ലേ? അവരെ തിരിച്ചെടുക്കാൻ പറ്റുമോ? അവരിപ്പോ തിരിച്ചെടുക്കാൻ പറ്റില്ല. സാർ തോന്നിയ ദിവസം കാണിക്കരുത്. ഞാൻ ഇത്ര സമയം മര്യാദ എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം പുറത്തിരിപ്പുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇതൊരു സ്കൂളാണ്. പുറത്തുള്ളത് ബഹളം വെക്കണം. ഇതിനകത്ത് കയറാൻ പാടില്ല. എന്നാൽ സാറ് മനസ്സിലാക്കിക്കോ, ഇതൊരു സ്കൂളാണ് എന്നുള്ള ബോധം ഉള്ളത് കൊണ്ടാണ് എന്റെ കൂടെ വന്ന ബാക്കി അണികളെല്ലാം പുറത്തിരുത്തിയിരിക്കുന്നത്. എല്ലാരും കൂടെ ഇങ്ങ് കയറി വന്നാണ്ടല്ലോ രംഗം വഷളാവും. മന്മത വെറുതെ കളിക്കാൻ നിൽക്കരുത്. നിങ്ങൾ പോ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എന്ത് കാരണത്താലാണ് ആ കുട്ടികളെ ഇവിടുന്ന് പിരിച്ചുവിട്ടെ? ഒരാണും പെണ്ണും അവരൊന്ന് അഭിനന്ദനം പരസ്പരം അറിയിച്ചത് അത് ഇത്തിരി കെട്ടിപ്പിടുത്തത്തിലൂടായിപ്പോ അതിൽ എന്താണ് തെറ്റ്? എന്താ തെറ്റ്? അതന്നെ ഞാനും ചോദിക്കണത്. അതിൽ ഒരു തെറ്റുമില്ല. എങ്ങനെ കെട്ടിപ്പിടിച്ചുതാ? ആ കുട്ടി ഓട്ടത്തില് ഏറ്റവും നല്ല മിടുക്കനായി വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ സന്തോഷം കൊണ്ടൊന്ന് കെട്ടിപ്പിടിച്ചു. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഒരു തെറ്റുമില്ലല്ലോ. സാറ് നമ്മളെ അനുകൂലിക്കുന്ന ആളാണ്. അപ്പൊ നമ്മുടെ സമരത്തിന് നേതൃത്വം സാറ് കൊടുക്കും. താൻ എന്ത് പൊട്ടനാടോ? പിന്നെ സാറല്ലേ ഇപ്പൊ പറഞ്ഞ അത് ചെയ്ത് തെറ്റില്ല. ആ പറയണത് ഒന്ന് കേൾക്കണത് വേറൊന്ന്. പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും തന്നെ. ഞാൻ പറഞ്ഞത് അതല്ല. ഇത് വിഷയമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത് മൊത്തം വിഷയമാക്കി തരാ നിങ്ങളെ പോലുള്ള ആൾക്കാരാ. നിങ്ങളല്ലേ ഇവിടെയുള്ള അധ്യാപകര്, ഒരു പറ്റം അധ്യാപകര്, പിന്നെ കുറെ രാഷ്ട്രീയക്കാര്, പിന്നെ നിങ്ങളെ പോലുള്ള കുറെ ആൾക്കാര് ഒക്കെ കൂടി വന്നത് വലിയ വിഷയമാണെന്ന് പറഞ്ഞു. അതിനുണ്ടായത് എന്നിട്ട് എല്ലാവരും കൂടെ പറഞ്ഞു ആ കുട്ടിയെ സസ്പെൻഡ് ചെയ്യണം. അത് കേട്ട ഉടനെ സാറിന് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്യാതെ എനിക്ക് തരവില്ല. എന്ത് കാര്യത്തിന്? സസ്പെൻഡ് ചെയ്തേ പറ്റൂ. സാറിനെ കൊണ്ട് അത് ചെയ്യിച്ചു. അതായത് ഇവിടുത്തെ സ്കൂൾ മാനേജ്മെന്റ് സാറിനെ കൊണ്ട് അത് ചെയ്യിച്ചു. ഇനിയിപ്പോ സസ്പെൻഡ് ചെയ്ത കുട്ടികളെ എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. തിരിച്ചെടുത്തേ പറ്റൂ. അത് ഇപ്പൊ സാധ്യമല്ല. എന്താണ് സാധ്യമല്ലാത്തത്? ഞാൻ കമ്മീഷനെ വെച്ചിട്ടുണ്ട്, അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വരട്ടെ. അല്ല CBI ആണോ CID ആരാണ് സാറേ പറഞ്ഞത്? അന്വേഷണ കമ്മീഷൻ എന്ന് പറയുമ്പോ ഇവിടുത്തെ അധ്യാപകരും പിന്നെ കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ ചേർന്നിട്ടുള്ള ഒരു കമ്മീഷൻ. സൂപ്പർ ആയിട്ടുണ്ട്. സാറ് വെറും പൊട്ടനായി പോണല്ലോ സാറേ. ഇവരെല്ലാം കൂടെ സാറിനെ വീണ്ടും പൊട്ടനായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെയുള്ള ഈ അധ്യാപകരും ഈ രക്ഷകർത്താക്കൾ ആ സമിതി എല്ലാം കൂടെ ചേർന്നാണ് ഈ പിള്ളേരെ കുറ്റപ്പെടുത്തി ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യിച്ച. എന്നിട്ട് അവരെ കൊണ്ട് എന്തിനാണ് അന്വേഷിക്കുന്നത്? താനൊരു കാര്യം ചെയ്യും, താൻ ഇവരെ പിടിച്ചോണ്ട് പോ. ഇവരെ പിടിച്ചോണ്ട് പോ. സാറേ, ഞാൻ ഇത്രയും സമയം സാർ എന്നെ പഠിപ്പിച്ചിരുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഞാൻ ബഹുമാനത്തോടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഇച്ചിരി മോശം. എന്ത് തീരുമാനം? നീ ഒന്നും പറയണ്ട. സാറ് പറയണ ഞാൻ കേട്ടോ. അതെ, ഇതിന് തീരുമാനം ഉണ്ടാക്കാം. തീരുമാനം എപ്പോ ഉണ്ടാക്കും? തീരുമാനം ഉണ്ടാക്കാൻ വരുമ്പോ ഇപ്പൊ വേണമെന്ന് പറഞ്ഞ എങ്ങനെ നടക്കുന്ന ഒരു കാര്യം 24 മണിക്കൂർ സമയം ഞങ്ങൾ തരും. അതിനകത്ത് ഉചിതമായ ഒരു തീരുമാനം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സത്യശീലൻ സാറേ ഇവിടെ പലതും സംഭവിക്കും. പറയണത് മന്മഥനാ. ആരാ പറഞ്ഞു? കെട്ടിപ്പിടിക്കാൻ ഒന്ന് വിളിച്ചോണ്ട് പോടോ. ഇനി തീരുമാനമായില്ലെങ്കിലേ ഇതൊരു സാമ്പിളാണ്. ഇതിലും തരം താഴ്ന്ന പല പരിപാടികളും ഞങ്ങൾ കാണിക്കും. അത്തരക്കാരെ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് പൊക്കോ. പല്ലൂല്ല, അയാൾ നക്കി മൊത്തിട്ട്. തന്നോട് ഇതാ ഞാൻ പറഞ്ഞ ആദ്യം തന്നെ, ഞാൻ അവിടെ വരില്ല. അത് അപ്പൊ ഞാൻ വന്നേ തീരുന്നല്ലേ എനിക്ക്. ഇപ്പം എന്തായി? സാറ് വന്നോണ്ടാ പോയത്, അല്ലേ ഇവിടെ പോവില്ല, കലാപം ഉണ്ടാവും. വാ.